നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. ലേണേഴ്സ് പെർമിറ്റ് എടുക്കണമെന്ന് സർക്കാർ. അയർലൻഡിൽ ഡ്രൈവിംഗ് പഠിക്കുന്നവർ ലേണേഴ്സ് പെർമിറ്റ് പുതുക്കാതെ ഡ്രൈവർമാരായി തുടരുന്നതിന് സർക്കാർ തടയിടുന്നു. പുതിയ വ്യവസ്ഥയനുസരിച്ച് 4 വർഷത്തിൽ കൂടുതൽ ലേണർ പെർമിറ്റിന് സാധുതയുണ്ടാവില്ല. വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനവ്. വിദേശ പഠനത്തിനായി അയർലൻഡിന് മുൻഗണന നൽകുന്ന ഇന്ത്യൻ വംശജരായ വിദ്യാർത്ഥികളുടെ എണ്ണം 38% വർദ്ധിച്ചു. മൂന്നാമത്തെ നഗരമായി ഡബ്ലിൻ. റിമോട്ട് രീതിയിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിൽ ഏറ്റവും ചെലവേറിയ മൂന്നാമത്തെ നഗരമായി അയർലൻഡിന്റെ തലസ്ഥാനം ഡബ്ലിൻ. ടിക്കറ്റ് ചെലവ് വർദ്ധിപ്പിച്ചതിനും പുതിയ വിമാനങ്ങൾ വാങ്ങിയതിനു പിന്നാലെ $2.9 ബില്യൺ ലാഭം രേഖപ്പെടുത്തി ഐറിഷ് എയർലൈൻ കമ്പനിയായ റയാനെയർ. ഡബ്ലിനിലെ പുതിയ നാഷണൽ മെറ്റേണിറ്റി ആശുപത്രിക്കായി ഇതുവരെ ചെലവഴിച്ചത് €147 മില്യൺ. ലീ നദിക്ക് കുറുകെയുള്ള പാലം കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും വേണ്ടി തുറന്നു നൽകി. താൽക്കാലിക അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് കോർക്ക് സിറ്റി കൌൺസിൽ പാലം തുറന്നുകൊടുത്തത്. 2 പേരെ അറസ്റ്റ് ചെയ്തു. IPAS സെന്ററിലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിൽ. കോലൌത്തിൽ നിന്നാണ് 20കാരായ യുവാക്കളെ പിടികൂടിയത്. സുരക്ഷാ നടപടികൾ ഉറപ്പാക്കണം. ടർക്കി ഫാമിൽ ഏവിയൻ ഇൻഫ്ലുവൻസ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് രാജ്യത്തുടനീളമുള്ള കോഴി വളർത്തൽ ഉടമകളോട് ലേസർ പോലുള്ള ജൈവ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ ഐറിഷ് കർഷക അസോസിയേഷൻ ആഹ്വാനം ചെയ്തു. ആയുധങ്ങൾ കണ്ടെത്തി. കോർക്കിൽ 3 തോക്കുകളുമായി 40കാരൻ പിടിയിൽ. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിരവധി വെടിക്കോപ്പുകളും ഇംപ്രവൈസ്ഡ് സ്ഫോടക വസ്തുക്കളും പൈപ്പ് ബോംബുകളും കണ്ടെത്തി. കെറി ട്രാലിയിലെ വീട്ടിലുണ്ടായ സ്ഫോടനത്തിലും തീപിടുത്തത്തിലും 4 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മധ്യസ്ഥത വഹിച്ചുവെന്ന് വീണ്ടും പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 8 യുദ്ധവിമാനങ്ങളാണ് സംഘർഷവേളയിൽ വെടിവെച്ച് വീഴ്ത്തപ്പെട്ടതെന്നും ട്രംപ്. ഇന്ത്യയുടെ പ്രതിഷേധത്തെ തുടർന്ന് വിവാദ മതപ്രഭാഷകൻ സാക്കിർ നായിക്കിന് ബംഗ്ലാദേശിലേക്ക് പ്രവേശനം അനുവദിക്കില്ല. വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ ബ്രസീലിയൻ മോഡൽ ലാറിസ ബൊണേസിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾക്ക് താഴെ ഇന്ത്യക്കാരുടെ കമന്റ് പ്രളയം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി PS പ്രശാന്തിന്റെ കാലാവധി നീട്ടില്ല. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയതോടെയാണ് ഈ നീക്കം. ചികിത്സ കിട്ടാതെ രോഗി മരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചു. കൊല്ലം പന്മന സ്വദേശി വേണുവാണ് മരിച്ചത്. മെഡിക്കൽ കോളേജിലെ അനാസ്ഥ വെളിവാക്കുന്ന വേണുവിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. സ്വത്ത് കണ്ടുകെട്ടി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുൻ ഇന്ത്യൻ താരങ്ങളായ സുരേഷ് റെയ്നയുടെയും ശിഖർ ധവാന്റെയും 11.14 കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. സ്വീകരണമൊരുക്കി പ്രധാനമന്ത്രി. ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് സ്വീകരണമൊരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബുധനാഴ്ച പ്രധാനമന്ത്രിയുടെ ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലായിരുന്നു സ്വീകരണം. മഴ കനക്കും. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അയർലൻഡിൽ വരും ദിവസങ്ങളിൽ മഴ കുറയും. വരും ദിവസങ്ങളിൽ മിതമായ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. താപനില 16 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് മെറ്റയറാൻ. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.